ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പയർ തോരനാണ്. നമ്മുടെ വൻപയർ തോരൻ ചോറിൻ്റെയും കഞ്ഞിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി തോരനാണ്. പുട്ടിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പയർ തോരൻ ഉണ്ടാക്കാറില്ല എന്നുണ്ടെങ്കിൽ, പല രീതിയിൽ നമ്മൾ തോരൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തോരൻ ഉണ്ടാക്കാറില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ പയർ തോരൻ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വൻപയർ തോരന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് വൻപയർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂറൊക്കെ സോക്ക് ചെയ്തെടുത്താലും മതി. ഇല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് തേങ്ങ ചിരവിയത്, പിന്നെ എടുത്തിരിക്കുന്നത് കറിവേപ്പില, വറ്റൽമുളക്, ഉള്ളി എടുക്കുമ്പോൾ ഒരു 10-20 ഉള്ളി എടുക്കുക. ഉള്ളി ചേർത്താലാണ് ഈ ഒരു തോരന് ടേസ്റ്റ് ഉണ്ടാവുക. വറ്റൽമുളക് തന്നെ ചേർക്കാൻ നോക്കാം മാക്സിമം. ഇല്ലെങ്കിൽ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ആണെങ്കിൽ നമുക്കൊരു 1.25 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. വറ്റൽമുളക് ആണെങ്കിൽ 10 വറ്റൽമുളക് ചേർക്കാം കേട്ടോ. അത് നമ്മുടെ എരിവനുസരിച്ച് വ്യത്യാസം വരുത്താം. പിന്നെ ജീരകവും മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് ഈ വൻപയർ ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് കുക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. 2 വിസിൽ വരുന്നത് വരെയാണ് പയർ കുക്കറിൽ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഉപ്പ് ചേർത്തിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ വയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം പയർ കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ പയർ വേവിക്കാനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമുക്ക് പയർ ചേർക്കാം. പയർ ഒരു 4 പ്രാവശ്യം കഴുകിയെടുത്താണ് കേട്ടോ നമ്മൾ സോക്ക് ചെയ്തെടുത്തതിന് ശേഷം. അതുകൊണ്ട് ഞാൻ ഈ ലാസ്റ്റ് ഒഴിച്ചിരുന്ന വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ പയർ കുക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. കുറച്ചുകൂടി വെള്ളം ചേർക്കണം. ഇപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ, ഒരു 1/4 കപ്പും കൂടി വെള്ളം ചേർക്കാം. അതിനുശേഷം 2 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്ത് വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരുപാട് വെള്ളമായി പോകരുത്, അത് നമ്മൾ ശ്രദ്ധിക്കുക. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പയർ കുക്കാവട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ പയർ കുക്ക് ചെയ്യാൻ വെച്ചു. ഇനി നമുക്ക് ഈ വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വറ്റൽമുളക് നന്നായിട്ട് അരഞ്ഞു വരണം എന്നില്ല, ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു വന്നാൽ മതി. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. ഈ ഉള്ളി ഒന്ന് നീളത്തിൽ മുറിച്ചെടുക്കണം. ഉള്ളി ചതച്ചല്ല എടുക്കുന്നത്, നീളത്തിൽ മുറിച്ചാണ് നമ്മൾ എടുക്കുന്നത്. വറ്റൽമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവനുസരിച്ച് വ്യത്യാസം വരുത്തട്ടോ. ഞാനിപ്പോൾ 10 എണ്ണം എന്ന് പറഞ്ഞെങ്കിലും എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് മതിയെന്നുണ്ടെങ്കിൽ കുറവ് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വ്യത്യാസം വരുത്താം. അപ്പോൾ ഞാൻ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് ഈ ജാറിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഈ തോരനിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിതൊന്ന് മാറ്റി വയ്ക്കട്ടെ. ഇനി നമുക്ക് അരപ്പിലേക്കായിട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം. ഇതിലേക്ക് 2-3 ഉള്ളി ചേർക്കാം കേട്ടോ. ബാക്കി ഉള്ളിയാണ് നമ്മൾ നീളത്തിൽ മുറിച്ചെടുക്കാൻ പോകുന്നത്. 2-3 ഇതിൽ കറിവേപ്പില. പിന്നെ നമ്മൾ ചേർക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ചേർക്കുമ്പോൾ ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ തേങ്ങ ചേർക്കാം. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. എനിക്ക് തോരനിൽ കുറച്ചധികം തേങ്ങയുള്ളതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് തേങ്ങ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3/4 കപ്പ് മതിയെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് തേങ്ങ ചേർക്കുക. 1 കപ്പ് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചേർക്കുക. 1 കപ്പ് പയറിനാണ് നമ്മൾ 1 കപ്പ് തേങ്ങ. പക്ഷെ ഒതുങ്ങി വരുമ്പോൾ തേങ്ങയുടെ അളവ് കുറവായിരിക്കും. ഇതിലേക്ക് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഞാനിപ്പോൾ ചേർക്കുന്നില്ല, നമ്മൾ തോരനിലേക്കായിട്ട് ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് വെള്ളം ചേർക്കാതെ ക്രഷ് ചെയ്തെടുക്കുക. നമ്മുടെ തോരൻ്റെ ഭാഗത്തിലൊന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് തരിതരിപ്പായിട്ട് ഒതുക്കിയെടുത്തിട്ടേ ഉള്ളൂ. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഇനി നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോൾ നമുക്ക് കുക്കർ തുറന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ആ സമയത്ത് നമ്മുടെ ഉള്ളിയും നീളത്തിൽ മുറിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പയർ കുക്കായി കഴിഞ്ഞു. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി. ഞാൻ വെള്ളം ഉണ്ടായിരുന്നത് വറ്റിച്ചെടുത്തു. അതിനുശേഷം ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഉള്ളി ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഉള്ളി ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ഷെയ്ഡായി പോകണ്ട, ഒന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പയറിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്യുക. പയറിന് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് അരപ്പിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ പയറിന് ഉപ്പ് കറക്റ്റാണ്. നമുക്ക് നമ്മുടെ അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം.
കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളകും ചേർക്കാം. വറ്റൽമുളക് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ 10 എണ്ണം അല്ലെങ്കിൽ മുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഇതിപ്പോൾ നമുക്ക് തേങ്ങയ്ക്കും കൂടെ ആവശ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു വറ്റൽമുളക് ചേർക്കുന്നത്. ഇനി തേങ്ങയും മുളകും ഒന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കണം, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. തേങ്ങയുടെ ആ റോ ടേസ്റ്റും ജീരകത്തിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മുടെ മുളകും കുക്കായി കിട്ടും. ആദ്യമേ തന്നെ മുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ മുളക് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കുക്കായി വന്നോളും. പിന്നെ നമ്മുടെ പയറിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് നന്നായിട്ട് മിക്സായി കിട്ടിക്കോളൂ കേട്ടോ, തേങ്ങ ഡ്രൈ ആയി വന്നാലും. അപ്പോൾ തേങ്ങയ്ക്ക് ഉപ്പ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മുടെ പയർ ചേർക്കാം. ഇപ്പോൾ തേങ്ങ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മുടെ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടല്ലോ, ആ ചമ്മന്തിയുടെ ഒരു സ്മെല്ല് വരും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണത്. അപ്പോൾ നിങ്ങൾ ആ ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. ഇതുപോലെ നമുക്ക് തേങ്ങ ചൂടാക്കി എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അല്ലെങ്കിൽ വറ്റൽമുളക് ഉള്ളിയും മാത്രം ചൂടാക്കി എടുത്തിട്ട് തേങ്ങയും കൂടി ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കാം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണത്. അതും ഈ ഒരു പയർ തോരനൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഊണ് കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ ചൂടായി വന്നപ്പോൾ അതിൻ്റെ സ്മെല്ല് വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ ചമ്മന്തിയുടെ കാര്യം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർക്കാം. ഞാൻ ചെറിയൊരു വെള്ളത്തോടു കൂടിയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്, അധികം വെള്ളമില്ല. വെള്ളം കൂടുതലാണെങ്കിൽ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതെല്ലാം ചേർക്കുന്ന ഇളക്കി മിക്സ് ചെയ്യാം. ഒരുപാട് വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ കുഴഞ്ഞു പോകും. ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി വരും. ഒരുപാട് ഇളക്കി കുഴഞ്ഞു പോകരുത് പയർ കുഴഞ്ഞു പോകണമെങ്കിൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ ഇതുപോലെ ചട്ടിയിൽ പിടിക്കില്ല കേട്ടോ തേങ്ങ നമ്മൾ ഡ്രൈ ആക്കി എടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പും എരിവും എല്ലാം പെർഫെക്റ്റാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് തേങ്ങ ചിരവിയത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ നമ്മൾ ഒതുക്കിയെടുക്കാത്ത തേങ്ങയുടെ ടേസ്റ്റ് വരുമ്പോൾ നമ്മുടെ തോരന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അത് എല്ലാ റെസിപ്പിയിലും നമ്മൾ ചെയ്യാറില്ല, ചില റെസിപ്പികളിൽ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഞാൻ കുറച്ചുകൂടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒന്ന് ഡ്രൈ ആയി വരട്ടെ. ഇപ്പോൾ നമ്മുടെ തോരനൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർക്കാണ്. ഇത് ഓപ്ഷനിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതെല്ലാം ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ കുഴഞ്ഞു പോകുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാതിരിക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മുടെ തോരൻ കുറച്ചുകൂടി ഭംഗിയായി. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഏത് ബൗളിലാണോ സെർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് പ്ലേറ്റിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ കഞ്ഞിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി തോരനാണിത്. വേറെ കറികളൊന്നുമില്ലാതെ ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ചോറ് കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് തൈര് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഊണ് കഴിക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് ഈ പയറ് തോരൻ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? വളരെ ഈസി ആയിട്ട് തോന്നിയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ആ ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ പയറിലേക്ക് പിടിച്ചു വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തോരൻ ഇതാ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ വിട്ട് നിൽക്കുന്നുണ്ട്. തേങ്ങയും പയറും ഒക്കെ എല്ലാം കൂടി ഒന്നാകെ കുഴഞ്ഞ് കൂടി നിൽക്കുന്നില്ല, വിട്ട് ഇതുപോലെ നിൽക്കും. അപ്പോൾ ഈ തോരൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്.
അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ്, കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.